ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും ഇപ്പം നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്നാവും ഒന്ന് ആലോചിക്കുന്നുണ്ടാവുക. ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്താണുള്ളത്. അവിടേക്ക് പോകണം. നമുക്ക് കണ്ടാലോ? ട്രെയിനിലാണ് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. 4 മണിക്ക് പോയത് സുഖമായിട്ട് കിടന്നു. ഒത്ത കാഴ്ചകൾ പൊന്നൂസ് പോയപ്പോൾ ഞാൻ ഉറങ്ങി നീറ്റിട്ടാണ്. ഞാനും പൊന്നൂസും കൂടെ നല്ല തണുപ്പ്, നല്ല വണ്ടി നല്ല സ്പീഡിൽ പോകുന്നത്, നല്ല തണുപ്പ്. ഷൊർണൂരൊക്കെ കഴിഞ്ഞ് പാലക്കാടൊക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിലെത്തിയിരിക്കണം. പുറത്തെ കാഴ്ച കണ്ടിരിക്കുകയാണ്. തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ പൊന്നൂസ്. അച്ഛൻ കുറച്ചൊക്കെ ഇവിടുന്ന് ഉറങ്ങി, പൊന്നൂസ് തീരെ ഉറങ്ങില്ലാണ്ട. പുറത്തുള്ള കാഴ്ചകളൊക്കെ കുറച്ച് ബോറടിച്ച പൊന്നൂസ് പിന്നെ ഫ്രീ ഫയർ കളിക്കാനിരുന്ന്. ഏട്ടനാണെങ്കിലോ സിനിമ കാണാനും ഇരുന്നിട്ടാ. ഭയങ്കര കളിയിലാണ് മറ്റാൾ. ഉറങ്ങാതെ ഇരുന്ന് കളിക്കുകയാണ്. പുറത്ത് നല്ല സ്പീഡിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് അച്ഛനും മോളിൽ നിന്ന് കഥ പറയാണ്. ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. റിസർവേഷനാണിട്ട് ഞങ്ങൾ ഓൺലൈനായിട്ട് റിസർവ് ചെയ്തതാണ്. റിസർവേഷൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോണത്. ന്യൂസ് ഭയങ്കര കത്തിയടിയിലാണ് കണ്ട അച്ഛനായിട്ട്. അവർ രണ്ടാളും കൂടി നമ്മളേനൊന്നും ഒരു നോട്ടമില്ല കണ്ട. രണ്ടാളും ഭയങ്കര കത്തിയടിച്ചിരിക്കുകയാണ്. കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. എത്ര മണിക്ക് എത്തുന്നൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല നമ്മളെ പോലെയല്ല തമിഴ്നാട്. ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ ആയിട്ട്. അല്ല, കൃഷി ചെയ്യുന്ന ഏരിയയും ഒക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ഞാനതൊക്കെ ഇങ്ങനെ കണ്ട് വീഡിയോ എടുത്ത് നിൽക്കുകയായിരുന്നു. മറ്റാൾ കുറച്ച് വീഡിയോക്കൊക്കെ പോസ്റ്റ് ചെയ്യാട്ടാ. പൊന്നൂസിന് ഉറക്കം വരുന്നില്ല, തീരെ ഉറങ്ങണില്ല. കുറ്റി മരങ്ങളാണ് അവിടെ. ഒക്കെ മുൾച്ചെടിയാണ് തോന്നുന്നു. മുള്ളുള്ള ഒരു തരം ചെടി, പന അങ്ങനെയൊക്കെ ഉള്ളൂ. നമ്മളിവിടുത്തെ പോലെ തെങ്ങൊന്നും അധികമില്ല. 4 സ്ഥലങ്ങളിങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ചെറിയ ചെറിയ വീടുകളും, പിന്നെ നെയ്വേലിയൊക്കെ എത്തിയപ്പോൾ നല്ല ഫാക്ടറികളും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന അങ്ങനെ സാധനങ്ങളും ഒക്കെ കാണാൻ പറ്റിയിട്ടാ. അതാ പൊന്നൂസ് ഫ്രീ ഫയർ കളിക്കായിരുന്നു വീണ്ടും. നല്ല കിസയിലാണ് അച്ഛനും മോളും കൂടി. ഭയങ്കര കോമഡി, അതുകൊണ്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. ട്രെയിനിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വീഡിയോസ് എടുത്താട്ടാ. ഞങ്ങൾ 2-3 ഷോർട്സൊക്കെ എടുത്തിട്ട് അത് ഞങ്ങൾ അവിടെ പോയി ഇറങ്ങിൻ്റെ. ആ കാല് മുടന്തി കിടക്കുന്നത് ചെറിയച്ഛനാണ്. ചെറിയച്ഛനുണ്ട് ഞങ്ങളുടെ കൂടെ. അങ്ങനെ ഞങ്ങൾ സേലം വന്ന് ഇറങ്ങിയിട്ട് സേലത്തു നിന്ന് വേറെ ട്രെയിൻ പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ വന്ന അമ്പലം. ഇത് നടരാജ അമ്പലമാണ്. നെയ്വേലി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പോകണം ഈ അമ്പലത്തിന്. ഇതിപ്പോൾ തെക്കേ കവാടാണ്. തെക്കേ കവാടത്തിൽ കൂടി ഞങ്ങൾ പോകണം. പൊന്നൂസ് അവിടെ വന്ന് മുല്ലപ്പൂവൊക്കെ മേടിച്ച് വെച്ചിട്ടാണ്. മുല്ലപ്പൂ അവിടെ എന്തായാലും അവിടെ ഉള്ളവർക്കൊക്കെ മസ്റ്റല്ലേ. അപ്പോൾ അങ്ങനെ ഇത് തെക്കേ കവാടാണ് ഈ കാണുന്നത്. ഇതുമാതിരി 4 കവാടങ്ങളുണ്ട് ഈ അമ്പലത്തിന് എന്നാണ് പറഞ്ഞത്. എന്തൊക്കെയോ ചിത്രപ്പണികളും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അധികം തിരക്കൊന്നുമില്ല. കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടുത്തെ അമ്പലത്തിൽ പോലെ അത്ര വലിയ തിരക്കൊന്നുമില്ല. കവാടത്തിൽ കൂടെ ഞങ്ങൾ പോവുകയാണ്. ഒരു സ്ഥലത്ത് നിന്നാൽ 4 കവാടം ഒപ്പം കാണാൻ പറ്റില്ല. ഇത് തെക്കാണ്. ഇനി വടക്കും കിഴക്കും പടിഞ്ഞാറും 4 കവാടങ്ങളുണ്ട് ഇതിന്. അങ്ങനെ ഞങ്ങളുടെ കവാടം കടന്ന് അപ്പോൾ അവിടുത്തെ കല്ലുകളൊക്കെ പതച്ചിട്ട് ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ
നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. നല്ല വെയിൽ കൊണ്ട് പതച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഓടി കിട്ടിയാൽ മതി ചിറ്റാണ് ഓടി വന്നിട്ട് അതാ കാണുന്നു വേറൊരു കവാടമാണ്. ആ കാണുന്ന കവാടം. അപ്പോൾ 4 കവാടത്തിൽ കൂടി നമുക്ക് കടക്കാൻ പറ്റും. ഒന്നതാ ആ കവാടം, അത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. നമ്മൾ കടന്ന കവാടം തെക്ക്. ഇനി പടിഞ്ഞാറൊന്നുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റില്ല. വടക്കുള്ളതാണ് കാണാൻ പറ്റാത്തത്. അപ്പോൾ ആ ചുറ്റുമതിലിൻ്റെ ഉള്ളിൽ കയറിയാലാണ് നമ്മൾ അമ്പലത്തിലെത്തിയത്. അപ്പോൾ അവിടെ കാലൊക്കെ വേദനിക്കുന്നവർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഓല കൊണ്ട് ഒരു ചെറിയ ഇങ്ങനെ ഒരു വഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്കുള്ള ഓട്ടത്തിലാണ് പൊന്നൂസും അവളും അച്ഛനും കൂടിയിട്ട് ഓടുകയാണ്. അതിൽ പോയാൽ കാല് വേദന ഒന്ന് മാറി കിട്ടുള്ളൂ. അവിടെ നമ്മൾ പുറത്ത് ചെരുപ്പ് അടിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ കയറിയാൽ എങ്ങനെയെന്ന് അറിയില്ലല്ലോ. ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ കൊടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. അവിടെ ഓരോ ചിത്രപ്പണികളോട് കൂടിയ ഇത് എനിക്ക് തോന്നുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ അമ്പലമാണെന്നാണ്. ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ ഈ ശോഭന, സിനിമാ നടി ശോഭനയും അവരൊക്കെ ഡാൻസിന് വരുന്നൊരു വലിയൊരു 1000 തൂണുകൾ വെച്ചൊരു മണ്ഡപം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കത് കാണാം. ഇത് വേറൊരു കവാടമാണ് ഈ കാണുന്നത്. നമ്മൾ ഈ തണലിൽ കൂടെ പോയിട്ട് വേണം നമുക്ക്. അമ്പലത്തിൻ്റെ ഉള്ളിൽ മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല. പക്ഷെ നമ്മൾ കയ്യിൽ വയ്ക്കുക, വീഡിയോ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു കിണറുണ്ട്, പൈസ ഇടുന്ന കിണറൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇറങ്ങി. ഇപ്പോൾ കുളം കാണാനാണ് ഞങ്ങൾ പോണത്. അതാ ഒരു കവാടം കാണുന്നു. 4 കവാടം ബസ്സിലൊക്കെ പോകുമ്പോഴൊക്കെയും കാണാൻ പറ്റും. അത്രയും പ്രശസ്തിയാണിത്. അണ്ടർഗ്രൗണ്ടാണ് ഈ അമ്പലം. ചെറുതായിട്ട് അടിയിലേക്ക് ഇറങ്ങി പോയിട്ടാണ് ഈ അമ്പലം. പിന്നെ ഒരു വലിയൊരു കുളമുണ്ട്. ആ കുളം കാണാനാണ് ഞങ്ങൾ പോണത്. അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കൊത്തുപണികളും വലിയ വലിയ തൂണുകളും ഒക്കെ ആയിട്ട്. അപ്പോൾ അതാ നല്ലൊരു വലിയ കുളമാണ്. ചുറ്റിനും നല്ല ഭംഗിയൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ കിണറുണ്ട് തോന്നുന്നുണ്ട്. ഒരു 4-5 കിണർ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അല്ല, അമ്പലത്തിൻ്റെ ചുറ്റുഭാഗം, കുളത്തിൻ്റെ ചുറ്റുഭാഗം കണ്ടാൽ പൊന്നൂസിന് ഇപ്പോൾ അതിലേക്ക് ഇറങ്ങണം. അപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂസിനും അതിൽ ഇറങ്ങണം. വെള്ളം കുറവാണ് എന്നാണ് പറഞ്ഞത്. ഇതുവരെ വെള്ളം എത്തും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കുറച്ചുണ്ട് താന്നിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുളത്തിലേക്ക് ഇറങ്ങുകയാണ്. പൊന്നൂസൊക്കെ അവിടെ ചെറിയ തണുപ്പുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കുറച്ച് നേരം വിശ്രമിക്കാൻ വെച്ചിട്ടാണ് ഞങ്ങളവിടെ. അതാ ഗോപുരമാണ് കാണുന്നത്. 4ാമത്തെ ഗോപുരമാണ് ഇപ്പോൾ കണ്ടത്. ഇതൊന്ന് എവിടെ നോക്കിയാലും 4 ഗോപുരവും ഒപ്പം കാണാൻ പറ്റില്ല. 4 കവാടം. ഞങ്ങളവിടെ നിന്ന് വിശ്രമിക്കുകയാണ് കുറച്ച് നേരം. നല്ല വിശക്കണമുണ്ട് കേട്ടോ. ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ അമ്പലത്തിൽ ഫുഡൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അറിയില്ല. പൊന്നൂസിനും വയ്യാണ്ടായിരിക്കണം, മുഖമൊക്കെ വാടിയിരിക്കണം വിശന്നിട്ട്. നല്ല ഭംഗിയുണ്ട്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതെന്ന് അറിയില്ല. ഗോപുരങ്ങളൊക്കെ, കവാടങ്ങൾ, അതിൽ ഓരോ ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളൊക്കെ കൊത്തി വെച്ചിട്ട്. പേര് കേട്ടൊരു അമ്പലമാണിത്. എല്ലാ വിദേശികളാണ് ഇവിടെ കൂടുതലും വരുന്നത്. പോണ്ടിച്ചേരി അടുത്തായതുകൊണ്ട് തന്നെ വേറെ ഓരോ നാട്ടിലത്തെ ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ആ കുളത്തിൻ്റെ ചുറ്റിനും ഓരോ നല്ല ഭംഗിയുള്ള ഓരോ ഇതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പൊന്നൂസിന് കുളത്തിൽ ഇറങ്ങണം, കാല് കഴുകണം, പേടിയാണ് വഴുക്കോ വെച്ചിട്ട്. ആ പൊന്നൂസ് ഇറങ്ങി കാലൊക്കെ കഴുകുന്നുണ്ട്. മീനൊക്കെ നിറയെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം ഇതിൽ മീനൊന്നും കാണാനായിട്ടില്ല. അത് എന്താണെന്നറിയില്ല. വലിയ കുളമാണ്. അതിൻ്റെ ചുറ്റിനും
ഒരുപാട് തൂണുകളുള്ളൊരു ഇതൊക്കെ ആയിട്ടാണ്. ഇവിടെ തൂണുകൾക്ക് ഭയങ്കര പ്രാധാന്യമാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ, ഈ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ നിറയെ നല്ല കൊത്തുപണികളുള്ള തൂണാണ്. നമുക്ക് കണ്ടാൽ തന്നെ അത്ഭുതമാവും. ഒരു ദിവസം ഫുള്ള് നടന്നാലും കണ്ടു കഴിയില്ല, അത്രയും വലിയ അണ്ടർഗ്രൗണ്ടാണ് ഈ അമ്പലം. ഞങ്ങൾ കുളത്തിൽ നിന്ന് പുറത്ത് പോവുകയാണ്. ഗേറ്റൊക്കെ വെച്ച് ഗ്രില്ലൊക്കെ വെച്ച് അടച്ചിട്ടാണ് കുളം. എന്താ സേഫ്റ്റിക്കാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ കുളത്തിന് പുറത്തിറങ്ങിയപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സിനിമാ നടി ശോഭനയും നർത്തകിമാരൊക്കെ വരുന്ന ഡാൻസ് കളിക്കുന്ന മണ്ഡപമാണിത്. ഇതിന് എത്ര 1000 1500 കേട്ടോ തൂണുകളാണ് ഈ മണ്ഡപത്തിനുള്ളതെന്ന് പറയും. പക്ഷെ ഇപ്പം അത് അടച്ചിട്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കാണാനോ ഒന്നിനും പറ്റില്ല. അത് ഏതോ ഒരു ഉത്സവ ദിവസമൊക്കെ തുറക്കും എന്നാണ് പറഞ്ഞത് ഞാനവിടെ അന്വേഷിച്ചപ്പോൾ. അപ്പോൾ അത് ഇങ്ങനെ കയറി കാണണമെന്നുണ്ട്. നടരാജ വിഗ്രഹം കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ഇത് പുറത്തുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ ആ ഓല കാല് പൊള്ളിയിട്ട് തീ കത്തുന്ന പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓലയിൽ കൂടെ നടന്ന് വന്നു. ഇതൊക്കെ കണ്ടു ചെറിയ ചെറിയ അമ്പലങ്ങളല്ലോ കൊടുത്തു. പക്ഷെ അവിടെ ഒന്നും മൊബൈൽ അലൗഡല്ല. നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ. അടുത്തൊരു കവാടമാണ് ഈ കാണുന്നത്. ഞങ്ങൾ ചുറ്റും കറങ്ങി വരികയാണ് ഇപ്പോൾ. അതൊരു അമ്പലമാണ്. അങ്ങനെ ഒരുപാട് ദേവികളും അമ്പലങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അടുത്തേക്കൊന്നും മൊബൈൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഗോപുരം കാണാൻ തന്നെ ഒരു വലിയ ഭംഗിയാണ് ഇത് കാണാൻ. അത്രയും അധികം ജനങ്ങളൊന്നും ഒരുപാട് ആൾക്കൂട്ടമൊന്നുമില്ല. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഒക്കെ ഈ രാമായണം വായിച്ചിട്ടിരിക്കുകയാണ്. എല്ലാവരും രാമായണം വായിച്ചിട്ടിരിക്കുകയാണ്. കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ 2 ദിവസം മുന്നേ അവിടെ ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നത്ര. പക്ഷെ അതിപ്പോൾ കഴിഞ്ഞ് ഉത്സവമൊക്കെ ഉണ്ടായിരുന്നത്ര. ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ആ കവാടത്തുമൊന്ന് നോക്കി എന്ത് ഭംഗിയാണ്. ഓരോന്നും കൊത്തിയെടുത്ത് എന്ത് ഉയരത്തിലാണ് നിൽക്കുന്നതും. നല്ല വിശപ്പുണ്ട്. എങ്ങനെയും പുറത്ത് പോയാൽ മതി ചിറ്റ പൊന്നൂസ് നിൽക്കണത്. കാലാണെങ്കിൽ പൊള്ളിയിട്ട് നല്ല വെയിലാണ് അവിടെ. രാത്രി മഴ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പകലൊക്കെ നല്ല വെയിലും രാത്രി 3-4 ദിവസമായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. അവിടെ മഴക്കാലമല്ല, പക്ഷെ മഴ പെയ്യുന്നുണ്ട് അവിടെ. ഞങ്ങൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. വിദേശികൾ കണ്ട വേറെ ഓരോ നാട്ടിലത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നും വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഒക്കെ വേറെ ഓരോ നാട്ടിലത്തെ ആൾക്കാരാണ്. പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ കയറി വന്ന അതേ തെക്കേ കവാടത്തിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ചുള്ളത്. കാല് നല്ല പൊള്ളണുണ്ട്. എത്രയും പെട്ടെന്ന് ഓടി കിട്ടിയാൽ മതി ചിറ്റാണ്. ചുട്ടു പൊള്ളണതുണ്ട്. പിന്നെ ആ കാണുന്നതൊരു ചെറിയൊരു ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള അവർ തന്നെ ഒരു ക്ഷേത്രമാണ്. അതിലേക്കും മൊബൈൽ അലൗഡല്ല. ഞാൻ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തിരിച്ചു പോന്നു. മൊബൈൽ ഉപയോഗിക്കുക, നമുക്ക് ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കാലത്തിൽ കൂടെ പുറത്തിറങ്ങിയാൽ മതി. പൊന്നൂസൊക്കെ ഭയങ്കര ഓട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങളുടെ കവാടത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. അവരെ വക വഴിപാടാണ്, വഴിപാട് പ്രസാദമാണ്. അത് ഭയങ്കര വിശപ്പാണ് അവർക്ക്. അപ്പോൾ പൊന്നൂസിന് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നായി. അങ്ങനെ അവൾ ടേസ്റ്റ് നോക്കുന്നിട്ടാ. നല്ലതാണെങ്കിൽ വാങ്ങിക്കാമല്ലോ വെച്ചിട്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട്. ഒരു പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഞാൻ പറഞ്ഞത്.
കവാടത്തിൽ കൂടെ നോക്കുമ്പോൾ കാണുന്ന ഒരു ഏരിയയാണിത്. അങ്ങനെ പൊന്നൂസും വാങ്ങിയിട്ട് അവർ പാളട പോലത്തെ ഒരു പാത്രമാണ്, പ്ലാസ്റ്റിക്കും അല്ല ഫൈബറും ഒന്നുമല്ല, ഒരു പാള കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാത്രത്തിലാണ് അത് തരുന്നത് നമ്മൾക്ക്. ചുമരുമ്മേൽ എവിടെ നോക്കിയാലും കൊത്തുപണികളാണ്. എന്ത് കിട്ടിയാലും വേണ്ട വെച്ചിട്ട് പൊന്നൂസ് എന്ത് കിട്ടിയാലും തിന്നും. ഇപ്പോൾ ഞാൻ എന്ന രീതിയിൽ ഭയങ്കര തീറ്റയിലാണ് പൊന്നൂസിട്ട. വീഡിയോയിലേക്കൊന്നും നോക്കണില്ല, ഒന്നും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര പോളിങ്ങിലാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വന്ന് ശരിക്കും പറഞ്ഞാൽ മുഴുവനും കണ്ടു കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ച് നേരം കൂടെ നിൽക്കണം. അത് ഞങ്ങൾ അതിൻ്റെ തെക്കേ ഭാഗം ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടാ ഞങ്ങൾ ഇങ്ങനെ പോകുന്നു ട്രെയിൻ കയറാൻ. അപ്പോൾ ഇതാ ഒരു പുതിയ അതിഥി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. പൊന്നൂസ് ഫ്രൂട്ട്സ് കഴിക്കുന്നു. അപ്പോൾ അത് വന്ന് ഓടി വന്ന് മേടിക്കാൻ നോക്കി. അതിൻ്റെ കുഞ്ഞിനും വയറ്റിലിട്ടിട്ടായിട്ട് ഓടുന്നു, വയറിൻ്റെ അവിടെ തൂക്കി പിടിച്ചിട്ട്. കുറേ ഉണ്ട് ഇങ്ങനെ. ഞങ്ങൾ പോകുമ്പോഴൊന്നും കണ്ടില്ല വരേനെ, പക്ഷേ വരുമ്പോൾ നിറയെ ഉണ്ട്. പാളത്തുമ്മലൊക്കെ ആൾക്കാരിട്ട് വേസ്റ്റൊക്കെ തിന്നാണ്ട്. അതിൻ്റെ വയറ്റുമ്പോൾ അതിൻ്റെ കുട്ടിയുണ്ട്. എന്തൊരു ഒതുക്കത്തിലാണ്. ഇതാണ് അമ്മ എന്ന് പറഞ്ഞാൽ. എന്തൊരു ഇതിലാണ് അവരെ കൊണ്ടു കൊടുക്കുന്നത്. ആൾക്കാർ ഇടുന്നതൊക്കെ എടുത്ത് വേസ്റ്റൊക്കെ ഭക്ഷിക്കുന്നുണ്ട്. നമ്മളെ കയ്യിലുണ്ടെങ്കിലും കുപ്പിയും പാത്രമൊക്കെ വന്ന് എടുത്തുകൊണ്ടോ എന്ന് പറഞ്ഞ് ഞങ്ങളെ സാധനമൊക്കെ ഒതുക്കി വെച്ച്. പക്ഷെ പൊന്നൂസ് എന്താണ് ആപ്പിൾ എന്താ അങ്ങോട്ട് തിന്നുമ്പോൾ ഓടി വന്ന് മേടിക്കാൻ നോക്കി. കുറേ ഉണ്ടായിരുന്നു അവിടെ ഇട്ട കുരങ്ങന്മാർ. ഞാൻ വെറുതെ ഒരു രസത്തിന് വീഡിയോ എടുത്താണ്. അതാറ്റാളത കുട്ടീനെ ഇട്ട് കണ്ട വയറ്റത്ത് കുട്ടിയുണ്ട്. കുറേ ഉണ്ട് അവിടെ. ഒരു ട്രെയിന് വരുമ്പോൾ അവർ മാറി കൊടുക്കുന്നുണ്ട്. അവർക്ക് അറിയാത്തതുകൊണ്ട് ട്രെയിന് വരാനായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.